അശ്വിനിന്റെ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കുറ്റിയാടി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. ലീജേച്ച് ഞങ്ങളെ കണ്ട പടിയുണ്ട് ഹായ് പറയുന്നത്. തണലിൽ അശ്വിനിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. കുറെ കാലത്തിന് ശേഷം ഇവരൊക്കെ കാണുമ്പോഴുള്ള ഓളെ സന്തോഷ പ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. അവനെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ക്യൂ ആയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പണ്ട് ഞാൻ കുറെ കാലത്തിന് ശേഷം കാണുന്നത് എൻ്റെ കാക്കു ആയിരുന്നു ഗൈസ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മലപ്പുറത്ത് DED പഠിച്ചത് കേട്ടോ. ഗൈസ് ഇതാണ് എൻ്റെ നെതിർ കാക്കു. അവൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങൾ നോക്കിക്കേ. അപ്പോഴത്തേക്കുണ്ട് എൻ്റെ ബാബേട്ടൻ വരുന്നു. ബാബേട്ടനും കാക്കു ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മലപ്പുറത്ത് കോട്ടയ്ക്കിലായിരുന്നു കേട്ടോ DED പഠിച്ചത്. അങ്ങനെ അവളെ കണ്ട സന്തോഷത്തിൽ എന്താ പറയുക ഫോട്ടോ വീഡിയോ എടുക്കൽ പരിപാടിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഉള്ളിലോട്ടേക്ക് പോയാലോ എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോഴത്തേക്കുണ്ട് നീതിച്ചൊക്കെ എലോജിനെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഇതാ മണവാട്ടിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിൽക്കാം കേട്ടോ. ഗൈസ് ഇതാണ് കല്യാണപ്പണി. ഞങ്ങളെ കണ്ട പാടിനെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ സോനി ആയിരുന്നു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അശ്വിനിൻ്റെ ആ ഒരു ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ പൊരിച്ചതും ചപ്പാത്തിയും ഞാൻ കഴിച്ചത് ഒരു രക്ഷയില്ല മക്കളെ. അടിപൊളി നിനക്കിട്ട് അടിപൊളി ഉണ്ടായി കേട്ടോ. വരുമ്പോഴത്തേക്ക് എലോച്ചക്കാരനിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ വല്ല സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയതാണ്. കല്യാണം പെണ്ണ എലോച്ചനെ കണ്ടിക്കില്ലേനും. പിന്നെ അവിടുന്ന് പോലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്താലെന്ന് വിചാരിച്ചിട്ട് എലോച്ചനെ ഒറ്റയ്ക്ക് സോഫയിൽ കുത്തിരിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പെണ്ണാണെങ്കിൽ ഫോണിലോട്ടേക്ക് ക്യാമറയിലേക്ക് നോക്കുന്നേ ഇല്ല കേട്ടോ. ഓള് വേറെ എവിടെയോ നോക്കുക. അപ്പം പിന്നെ ക്യാമറമാൻ എന്ത് ചെയ്ത് ആ ഒരു പൂവൊക്കെ എടുത്തിട്ട് ഒന്നോള് ചിരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓൾ അങ്ങോട്ട് നോക്കി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പൂ വേഗം താഴെ വീണ് നോക്കിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് വരികയാണ് കേസ്. അങ്ങനെ കുറേ കാലത്ത് ശേഷം ഇവരൊക്കെ കണ്ട സന്തോഷം അശ്വിനിയുടെ മുഖങ്ങൾ കാണുന്നില്ലേ. അല്ലെങ്കിൽ അങ്ങനെയാണെന്നില്ലേ.